My dear students, my dear children, we are starting the second part of our analysis of model question paper. പ്രിയപ്പെട്ട SSLC കുട്ടികളെ, നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ പരിചയപ്പെടേണ്ടതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പാർട്ടിന് മുമ്പായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്വസ്റ്റ്യൻ പരിചയപ്പെടണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് അത് മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആൻസർ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. നമ്മൾ കറക്റ്റ് അതിൻ്റെ ആൻസർ തന്നെയായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പരീക്ഷ കറക്റ്റ് സമയത്ത് തന്നെ നടക്കും എന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിവിഷൻ വളരെ അത്യാവശ്യമാണ്, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് അനാലിസിസ് നടത്തേണ്ടത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, answer the questions from 16 to 23 in 3 or more sentences. Each carries 3 score. അപ്പോൾ ഓരോ ആൻസറിനും നമുക്ക് 3 സ്കോറാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? നമ്മൾ 3 സെൻറ്റൻസസ് മിനിമം ഓർ 3 പോയിൻറ്റ്സ് മിനിമം, മാക്സിമം നമുക്ക് 4 or 5 പോയിൻറ്റ്സ് എഴുതാം. അപ്പോൾ ഇവിടെ എല്ലാ പോയിൻറ്റ്സും തന്നിരിക്കും. ചില ആൻസറിനെ നമുക്ക് 3 പോയിൻറ്റ്സ് മിനിമം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കമ്പയർ ഫ്രീ ഗുഡ്സ് ആൻഡ് ഇക്കണോമിക് ഗുഡ്സ്. അപ്പോൾ ഫ്രീ ഗുഡ് എന്താണ്, ഇക്കണോമിക് ഗുഡ് എന്താണ്? അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. കമ്പയർ ഫ്രീ ഗുഡ്സ് ആൻഡ് ഇക്കണോമിക് ഗുഡ്സ്. ഈ കമ്പാരിസൺ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ 2 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളം ഫ്രീ ഗുഡ്സ്, സെക്കൻഡ് കോളം ഇക്കണോമിക് ഗുഡ്സ്. എന്നിട്ട് ഫ്രീ ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് കോളത്തിലും എക്കണോമിക് ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് സെക്കൻഡ് കോളത്തിലും എഴുതുക. അതായിരിക്കും ഏറ്റവും സിമ്പിൾ വേ. ഇനി നമുക്ക് ഈ ആൻസറിൽ തന്നിരിക്കുന്ന പോലെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഫ്രീ ഗുഡ്സ്, ദോസ് ദാറ്റ് ആർ അബൻഡന്റ് ഇൻ നേച്ചർ ആൻഡ് ആർ ഫ്രീലി അവൈലബിൾ ടു എവരി വൺ. ദേ നീഡ് നോട്ട് ടു ബി പെയ്ഡ്. എക്സാമ്പിൾ എയർ, സൺലൈറ്റ്, സീ വാട്ടർ. ഓക്കെ, അപ്പോൾ ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നേച്ചറിൽ അബൻഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു, ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, അതെല്ലാവർക്കും ഫ്രീ ആണ്. ആ 2 പോയിൻറ്റ്സ് ആണ് ഫ്രീ ഗുഡിനുള്ളത്. എക്സാമ്പിൾ 3, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എയർ, സൺലൈറ്റ്, വാട്ടർ. എയറിന് കാശ് കൊടുക്കുന്നില്ല. നമ്മുടെ ഈ പൊല്യൂഷനൊക്കെ ഈ രീതിയിൽ തുടർന്നാൽ നമ്മൾ ചിലപ്പോൾ എയറിന് കാശ് കൊടുക്കേണ്ടി വരും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എയർ ഫ്രീ ആണ്, സൺലൈറ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ സീ വാട്ടറും നമുക്ക് ഫ്രീ ആണ്, എബൻഡൻ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം എബൻഡൻ്റ് ഇൻ നേച്ചർ. ഇനി ഇക്കണോമിക് ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്. അപ്പോൾ ഫ്രീ ഗുഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇക്കണോമിക് ഗുഡ്സ്. നമുക്ക് ഇങ്ങനെയുള്ള ഗുഡ്സും സർവീസസും പ്രൈസ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. ദേ ക്യാൻ ഓഫൺ ബി മാനുഫാക്ചർഡ് ഓർ കളക്റ്റഡ് ഫ്രം നേച്ചർ. അത് ഒന്നുകിൽ അത് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്ന് കളക്ട് ചെയ്തതാവും. രണ്ടാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? പ്രൈസ് കൊടുക്കണം, അതിന് വില കൊടുക്കണം അല്ലേ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫോറസ്റ്റ് പ്രോഡക്റ്റുകളെ, ഇപ്പം ഹണിയൊക്കെ പോലുള്ള ഫോറസ്റ്റ് പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പുണ്ട്. അവരോട് നമുക്കത് വാങ്ങണമെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ? ബീസ് അത് മരങ്ങളിൽ അതിൻ്റെ കൂടുണ്ടാക്കി അതവിടെ ഹണി
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവർ പോയി എടുക്കും. പക്ഷേ ആ ഹണിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം അല്ലേ? അപ്പം നേച്ചറിൽ നിന്ന് എടുത്തതാണെങ്കിലും മാനുഫാക്ചർ ചെയ്ത ഗുഡാണെങ്കിലും എക്കണോമിക് ഗുഡ്സിനെല്ലാം എന്ത് കൊടുക്കണം? പ്രൈസ് കൊടുക്കണം, വില കൊടുത്ത് വാങ്ങണം. ഓക്കെ, ഫുഡ്സ് എക്സാമ്പിളോടെ എഴുതുക. ഫുഡ്, ക്ലോത്തിങ്, കാർ ഗുഡ്സ്. ഓക്കെ, ദെൻ സർവീസസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്. എല്ലാ സർവീസും, അപ്പോൾ അത് ഡെൻറ്റിസ്റ്റിൻ്റെ സർവീസ് ആണെങ്കിലും ഡോക്ടറുടെ സർവീസ് ആണെങ്കിലും നേഴ്സിൻ്റെ സർവീസ് ആണെങ്കിലും പ്ലംബറുടെ സർവീസ് ആണെങ്കിലും ഇലക്ട്രീഷ്യൻ്റെ സർവീസ് ആണെങ്കിലും കാശ് കൊടുക്കണം. അപ്പോൾ എല്ലാത്തരം സർവീസുകളും അതുപോലെ പ്രൈസ് നൽകി നമ്മൾ വാങ്ങുന്ന എല്ലാം എക്കണോമിക് ഗുഡ്സ് ആണ്. അപ്പം 3 പോയിന്റ് വീതം ഏതിന് വരുന്നുണ്ട്? ഫ്രീ ഗുഡിനും വരുന്നുണ്ട്, എക്കണോമിക് ഗുഡിനും വരുന്നുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ കോളം വരച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 17th question. Do you agree with the statement that the French Revolution had decisively influenced the subsequent history of the world? Elucidate. എന്താണ് ക്വസ്റ്റ്യൻ? ലേറ്റർ വേൾഡിന് ഫ്രഞ്ച് റെവല്യൂഷൻ കൊടുത്ത ഇമ്പാക്റ്റ് എന്താണ്? അത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പഠിക്കുന്ന ഒന്നാണ്. എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ വേൾഡിനുള്ള ഇമ്പാക്റ്റ്? ഫ്രഞ്ച് റെവല്യൂഷൻ നമുക്കറിയാം ഫ്രാൻസിൽ വ്യത്യാസം ഉണ്ടാക്കി, ഫ്രാൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഫ്രാൻസിൻ്റെ സമീപത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ചോദ്യം എന്താണ്? അതൊന്നുമല്ല ചോദ്യം. ഈ വേൾഡിന്, ഈ ലോക ഹിസ്റ്ററിക്ക് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ കൊടുത്ത ഇമ്പാക്റ്റ് എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം. ഫ്യൂഡൽ സിസ്റ്റം ലോകത്തെല്ലായിടത്തും അവസാനിച്ചു. ഫ്രഞ്ച് റെവല്യൂഷനോടുകൂടി ഫ്യൂഡൽ സിസ്റ്റം അവസാനിച്ചു അല്ലേ? ക്ലർജി അല്ലെങ്കിൽ നോബിൾസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിക്ക് കൊടുത്തിരുന്ന സ്പെഷ്യലായിട്ടുള്ള അവരുടെ റൈറ്റ്സ് എല്ലാം എടുത്തു കളഞ്ഞു. അതോടുകൂടി ഫ്യൂഡൽ സിസ്റ്റം തന്നെ എൻഡായി. അതാണ് ലോകത്തിന് നൽകിയ ഒന്നാമത്തെ സംഭാവന. സെക്കൻഡ് വൺ, ഇൻട്രഡക്ഷൻ ഓഫ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഓൾസോ ഇൻഫ്ലുവൻസ് ദ സ്ട്രഗിൾസ് ഫോർ നാഷണൽ ഇൻഡിപെൻഡൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കോളനൈസേഷനും കോളനി വാഴ്ചയ്ക്കും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എല്ലാ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾസിനും ഒരു മോട്ടിവേഷൻ കൊടുത്തത് ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ലിബർട്ടി, ഇതെല്ലാം എല്ലാ രാജ്യങ്ങളെയും സ്വാധീനിച്ചു. കോൺട്രിബ്യൂട്ടഡ് ദ ഐഡിയ ഓഫ് ദ സോവർണിറ്റി ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഫ്രഞ്ച് റെവല്യൂഷനാണ് ആദ്യമായിട്ട് അത് മുന്നോട്ട് വെച്ച ആ ഐഡിയ, സോവർണിറ്റി ഓഫ് ദ പീപ്പിൾ, പീപ്പിൾസ് റൂൾ, സോവർണിറ്റി ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഡെമോക്രസിയൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഏഷ്യൻ ആഫ്രിക്കൻ പോലെയുള്ള മറ്റ് കോണ്ടിനെൻസിലും ഈ സോവർണിറ്റി ഓഫ് ദ പീപ്പിൾ അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടായത് ഫ്രഞ്ച് റെവല്യൂഷനിലൂടെയാണ്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ടു ദ വേൾഡ്. ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ലോകത്തിന് കൊടുത്ത അവരുടെ ഫിലോസഫി അല്ലേ, റൂസോയും മോണ്ടസ്ക്യൂയും ഒക്കെ കൊടുത്ത ആ ഒരു ഫിലോസഫി, അത് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ആ ഫിലോസഫി അവരെ സ്വാധീനിച്ചു. ഓക്കെ, വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ അച്ചീവിങ് റൈറ്റ്സ്. സോ വിമൻസ് പാർട്ടിസിപ്പേഷൻ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമായിരുന്നു ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെയൊക്കെ കാലം. എന്നാൽ ഫ്രാൻസിലെ വിമൻ റെപ്രസെൻറ്റേഷൻ ലോകത്തുള്ള എല്ലാ ഫീമെയിൽസിനെയും സ്വാധീനിക്കുകയും വിമൻ പാർട്ടിസിപ്പേഷൻ ഫ്രീഡം സ്ട്രഗിളിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇൻറ്റൻസിഫൈ ആകാനും ഏത് സഹായിച്ചു? ഈ ഫ്രഞ്ച് റെവല്യൂഷൻ സഹായിച്ചു. അപ്പോൾ ഇവിടെ കുറേ ഒരു 3ൽ കൂടുതൽ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ 3 എണ്ണമെങ്കിലും മിനിമം എഴുതുക. കൂടുതൽ എഴുതാൻ സാധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. 3 എണ്ണം മിനിമം എങ്കിലും എഴുതുക. കൂടുതൽ എഴുതാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ബർബോൺ റെജീം ഇൻ ഫ്രാൻസ് ബിക്കം ആൻ ആൻറ്റി പീപ്പിൾ റെജീം? എന്തുകൊണ്ടാണ് ബർബോൺ റെജീം എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ ഒരു ആൻറ്റി പീപ്പിൾ റെജിമായി മാറിയത്? അവരുടെ ഭരണം ജനങ്ങൾക്കെതിരായി മാറാനുള്ള കാരണം എന്താണ് ഈ ബർബോൺ കിങ്സിൻ്റെ അല്ലെങ്കിൽ ബർബോൺ എംപറേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ ഡൈനാസ്റ്റിയുടെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഡീബാക്ക് എന്തൊക്കെയാണ്? അവരുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു മീനിങ്.
All the rulers were despotic rule. They introduced a despotic rule. All the rulers were despotic. അതാണ് ഫ്രാൻസിലെ ബർബോൺ ഡൈനാസ്റ്റിയുടെ ഒന്നാമത്തെ ഡ്രോബാക്ക്. അതാണ് ഓൾ ദ റൂളേഴ്സ്. അതിനകത്ത് ഒരു റൂളറെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. എല്ലാ റൂളേഴ്സും, അത് ക്യൂനാണെങ്കിലും കിങ് ആണെങ്കിലും എല്ലാവരും ഡെസ്പോട്ടിക് ആയിരുന്നു, അല്ലേ? സ്വേച്ഛാധിപതികളായിരുന്നു, ഡെസ്പോട്ടിക്. ദെൻ they believed in the divine right of റൂളേഴ്സ്. റൂളേഴ്സിൻ്റെ ഡിവൈൻ റൈറ്റിൽ അവർ വിശ്വസിച്ചു. ദീസ് ബോർബോൺ കിങ്സ്, എസ്പെഷ്യലി ലൂയിസ് 14 ഡിക്ലെയർഡ് ഐ ആം ദ സ്റ്റേറ്റ്. ലൂയിസ് 14 എന്ന് പറയുന്ന ആ ഒരു എംപറർ, നമുക്കറിയാം അയാൾ എത്ര മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നടത്തിയത്. ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ സ്റ്റേറ്റ്. അതായത് അവർ പറയുന്നത് എന്താണ്? ദേ ആർ ഡിവൈൻ. ദേ ബിലീവ് ദ ഡിവൈൻ റൈറ്റ് ഓഫ് റൂളേഴ്സ്. ആൻഡ് ദിസ് ലൂയിസ് 14 he declared I am the state. The corruption to find money for extravagance, they imposed huge taxes. They imposed huge tax, and they spend this money, this tax money, for extravagance. Okay, അവരെ ആഡംബരത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചു. ലൂയിസ് 14 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഡെസ്പോട്ടിക്കായിട്ടുള്ള കിങ് ആയിരുന്നു ലൂയിസ് 16, ഹൂ കെയിം ടു ബി പവർ ലേറ്റർ ഡിഡ് നോട്ട് പേ മച്ച് അറ്റൻഷൻ ടു ദി ഗവേണൻസ്. ദ കിങ് പ്രിഫേർഡ് നോട്ട് ടു didn't pay any attention to the miseries of the people, for the welfare of the people. So this Bourbon kings, they were not attend, or they were not improve the status of the people, the social they were not bothered about the social inequalities in the society. Okay, they were lived in a extravagance. ഓക്കെ, അപ്പോൾ ബർബോൺ ഡൈനാസ്റ്റിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അവരെ പീപ്പിളിന് എന്തുകൊണ്ടാണ് പീപ്പിൾ അവരെ റിജക്റ്റ് ചെയ്തതെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് പ്രിൻറ്റിംഗ് played a significant role in popularizing Renaissance literary works? അപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചോണം. പ്രിൻറ്റിങ്, റെനേസൻസ് പീരീഡിലെ പ്രിൻറ്റിങ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഈ റെനേസൻസിൻ്റെ സ്പ്രെഡിങ്ങിന് ഏറ്റവും സഹായകമായി, അല്ലേ? ഏറ്റവും കൂടുതൽ ബുക്സ് പബ്ലിഷ് ചെയ്യാനും, അതുപോലെ തന്നെ ഫിലോസഫേഴ്സിൻ്റെ ഐഡിയാസ് ജനങ്ങളിലേക്ക് എത്തിക്കാനും, അങ്ങനെ മിഡീവിയൽ ടൈമിലെ ആ ഒരു ഡിവൈൻ തിയറിയെ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സംഗതി മാറി കൂടുതൽ ഹ്യൂമനിസത്തിലേക്ക് ജനങ്ങൾ വരാനൊക്കെ സഹായിച്ചത് ഈ പ്രിൻറ്റിങ് ടെക്നോളജിയാണ്. അപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചോണം. സ്പ്രെഡ് ഓഫ് നോളജ്, ഇൻക്രീസ് ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, പ്രോഗ്രസ് ഇൻ ലിറ്റററി വർക്ക്സ് ആൻഡ് then it improve the educational status of the people and cultural and intellectual growth. This printing technology improve the cultural and intellectual growth of the people. It improve the overall educational status of the people. Okay, then 19th question. Complete the table regarding the characteristic features of the ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഈ ഇക്വറ്റോറിയൽ നമ്മുടെ ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചോണം, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക.
അവിടുത്തെ റെയിൻഫോള്, അവിടുത്തെ ലൊക്കേഷനെ, അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷനെ, അങ്ങനെയുള്ള ആ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. ഇവിടെ കണ്ടോ, ഇതുപോലെ കോളം വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. റെയിൻഫോൾ എന്താണ്, അവിടുത്തെ റെയിൻഫോള് അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ, ഓക്കെ, അത് അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഓർ കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് properly by using common sense knowledge. Substantiate the statement based on the problems of housing. ഇപ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലം തന്നിട്ട് അതിൽ കോമൺ സെൻസ് നോളജിൻ്റെ അതിൻ്റെ ആ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്താണ്, ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ കൂടുതൽ നന്നായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഈ കോമൺ സെൻസ് നോളജ് കൊണ്ട് സാധിക്കില്ല. അത് നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയാണ് ഈ കോമൺ സെൻസ് നോളജിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, പ്രോബ്ലം ഓഫ് ഹൗസിങ്, ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻകം ഇൻഇക്വാളിറ്റി, ഹൈ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. But we try to see the problem of housing on the basis of common sense knowledge. It is difficult to find solution because common sense knowledge is normal and unscientific. Because of common sense knowledge is this financial, environmental, administrative, geographical disparities are other factors that can contribute to one's problem. അപ്പോൾ ഈ ഹൗസിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം അല്ല. ഒരു ഇൻഡിവിജ്വൽ എന്താണ് വിചാരിക്കുക, അയാൾ ജോലി ചെയ്യാത്തത് കൊണ്ടും പണം സമ്പാദിക്കാത്തത് കൊണ്ടും അയാൾക്കൊരു വീടുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അയാളുടെ വിചാരം. അതാണ് കോമൺ സെൻസ് നോളജ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല കാരണം, അത് ഒരു കാരണം മാത്രമാണ്. അയാളുടെ ലേസിനെസ്, അയാളുടെ ജോലി ചെയ്യാനുള്ള മടിയൊക്കെ അതിൻ്റെ ഒരു റീസൺ മാത്രമാണ്. മറ്റ് സോഷ്യൽ, ഇക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ഉണ്ട്. ആ റീസൺസിനെ അനലൈസ് ചെയ്യാനായിട്ട് ഈ കോമൺ സെൻസ് നോളജ് കൊണ്ട് സാധിക്കുന്നില്ലെന്നാണ് നമ്മൾ ആൻസറിൽ പ്രത്യേകം പറയേണ്ടത്. എന്തൊക്കെയാണ് മറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് കാണും, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം കാണും, ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്, ആൻഡ് അതർ ഫാക്ടേഴ്സ്. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് പ്രോബ്ലം ഓഫ് ഹൗസിംഗ്. ബട്ട് ഇൻ കോമൺ സെൻസ് നോളജ്, ദിസ് കോമൺ സെൻസ് നോളജ് ഈസ് unscientific and it is only normal. Okay, the tropical cyclones originate over tropical oceans are more devastating. Evaluate the statement based on tropical cyclones and temperate cyclones. ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ, വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഇത് ടീച്ചറിൻ്റെ നമ്മുടെ ചാനലിൽ അത് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ അതെടുത്തിട്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺസ് അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ ഒരു 8ാമത്തെ എപ്പിസോഡിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നന്നായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെടുത്ത് പഠിക്കുക. ഇവിടെയും അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അത് കോളം വരച്ച് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പോയിന്റ്സ് ആയിട്ടും എഴുതാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. 22nd question. Ninu was affected by food poisoning when she tasted the bread brought from a shop. When she checked the parcel or packet, she should understand that it was an expired product. What all things have to be considered as a consumer while purchasing a product in order to avoid such a situation. അപ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനെ നമ്മൾ പരിഗണിക്കണം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, പ്രോഡക്റ്റ് ഇൻഫർമേഷൻസ് നോക്കണം, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് നോക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കണം, അതിൻ്റെ
അതിൻ്റെ വാറൻറ്റി നോക്കണം, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നോക്കണം, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കണം. ഏറ്റവും പ്രധാനമായിട്ട് അതിന് നോക്കേണ്ടത് വാറൻറ്റിയും അതിൻ്റെ എക്സ്പയറി ഡേറ്റും നോക്കണം. ഓക്കെ, വെയിറ്റും അതിനകത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും നമ്മൾ നോക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കൺസ്യൂമർ എന്ന നിലയിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണമെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ, വിച്ച് തിങ്സ് വിച്ച് മേക്ക് ദ മെഡിറ്ററേനിയൻ റീജിയൻ ഇൻ ആൻ ഏരിയ ഓഫ് ഗ്രേറ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഈ മെഡിറ്ററേനിയൻ റീജിയൻ ഒരു എക്കണോമിക്കലി നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മെഡിറ്ററേനിയൻ റീജിയൻ. എന്താണ് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്? ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഈ ഇക്കണോമിക് എന്നുള്ളത് ഒരു കീവേഡാണ് കേട്ടോ. ഇക്കണോമിക് എന്താണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മെഡിറ്ററേനിയൻ റീജിയൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പം സിട്രസ് ഫ്രൂട്ടുകളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല വരുമാന മാർഗ്ഗമാണ്. വൈൻ യാർഡുകൾ അവിടെ ഉണ്ട്, വൈൻ നന്നായിട്ടുണ്ടാകും. സീരിയൽസ് അവിടെ ഉണ്ടാകും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഏറ്റവും നന്നായിട്ട് നടത്താവുന്ന സ്ഥലങ്ങളാണ് മെഡിറ്ററേനിയൻ റീജിയൻ. അങ്ങനെ സാമ്പത്തികമായിട്ട് ആ റീജിയന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇവിടെ ആൻസർ വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പോയിൻറ്റ്സ് എങ്കിലും എഴുതുക. കൂടുതൽ പോയിൻറ്റ്സ് എഴുതാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അതുവരെയും നിങ്ങളിതൊക്കെ പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവരെയും ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു.